എൻ്റെ ജീസസ് യൂത്താണ് എൻ്റെ ഒരു വിളിയുടെ ബേസ് എന്ന് പറയേണ്ടത്. അപ്പോൾ ആ സമയത്ത് തമ്പുരാനോട് ഭയങ്കര ഒരു ബന്ധത്തിൽ ഒരു സൈഡിലും ഇപ്പുറത്തെ പാട്ടിൻ്റെ ഫീൽഡിൽ വല്ലാതെ ഉയരുന്നുണ്ടായിരുന്നു. അപ്പം ഐ ഹാഡ് ടു ചൂസ് ഫ്രം ദിസ് വിച്ച്. സോ എൻ്റെ മുമ്പിൽ ഇത് രണ്ടും ഉണ്ട്. അപ്പം എനിക്ക് പ്രാധാന്യം കൂടുതൽ കർത്താവ് തന്നെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പാട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രയോറിറ്റി മനസ്സിൽ തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ ഈശോയാണ് വേണ്ടിയത്. മറ്റെല്ലാം കറിവേപ്പില പോലെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ. പൗലോസ്ലേഹ പറയുന്നത് പോലെ ഉച്ഛിഷ്ടം പോലെ ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഈശോയെ ചൂസ് ചെയ്തു, ഈശോയെ മുറുകെ പിടിച്ചു. ജീസസ് യൂത്തിന്റെ പ്രാർത്ഥന കൂട്ടായ്മ എന്ന് പറയുന്നത് സംഗീതാത്മകമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അതിൽ നന്നായിട്ട് പാടി തുടങ്ങിയില്ലായിരുന്നു? ജീസസ് യൂത്തിൽ മ്യൂസിക് മിനിസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വീട്ടിൽ അങ്ങനെ ഞാൻ ഇച്ചിരി ഓവറായി പോകുന്നുണ്ടോയെന്ന് വീട്ടിലൊരു ടെൻഷനായിരുന്നു. അപ്പം അതുകൊണ്ട് മൂത്തോന്ന് അപ്പോൾ വീട്ടിൽ നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ കോളേജിൽ മാത്രം ലിമിറ്റഡായി. അതുവരെ സൺഡേസ് തിരുവനന്തപുരം മുഴുവൻ സോണിൻ്റെ പ്രയർ മീറ്റിങ്ങിന് പോകുമായിരുന്നു. പിന്നെ അത് പതുക്കെ സ്റ്റോപ്പായപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ അതിനിടയ്ക്ക് പാട്ടിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ എടുത്തു. ഞാൻ ഇനി ഈശോയുടെ പാട്ടുകൾ മാത്രമേ പാടുള്ളൂ. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാരണമാണ് എനിക്കിങ്ങനെ റെസ്ട്രിക്ഷൻസ് വന്നത്. ജീസസ് യൂത്തിൻ്റെ ഒരു പരിപാടിക്കും പോകണ്ട. കോളേജിലേത് മാത്രം എന്നോട് നോ പറഞ്ഞില്ല. കാരണം അവർ വിചാരിച്ച് നോ പറഞ്ഞാൽ ഞാൻ പോകും എന്ന് വിചാരിച്ചു. പക്ഷെ നോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനുസരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ എന്നോട് അത് മാത്രം നോ പറഞ്ഞില്ല. അപ്പം ബാക്കി എല്ലാ തരത്തിലും ജീസസ് യൂത്ത് ഫ്രണ്ട്സുമായിട്ടെല്ലാം കോൺടാക്റ്റ് നിർത്തി. അതുപോലെ എൻ്റെ പേരൻസിന് അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായില്ല. ആ ലെവലിൽ പാട്ടിൻ്റെ ഫീൽഡിൽ വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈവൻ പലരും പറഞ്ഞു എൻ്റെ വളർച്ചയിൽ ആരൊക്കെയോ കൂടോത്രം ചെയ്തിട്ടാണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എന്നെ ഇവിടെ പനക്കല്ലച്ചൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി കൂടോത്രം മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം അന്ന് കുറേ നാൾ അങ്ങനെ ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്നെ ഒരുപാട് വളർത്തി. അന്ന് പനക്കല്ലച്ചൻ്റെ അടുത്ത് വരുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് എനിക്കൊരു ഞാൻ പോകുന്ന വഴി റൈറ്റ് ആണെന്നൊരു കൺഫർമേഷൻ കിട്ടുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞു, ജൂലി, നീ ഈശോ പറയുന്ന പോലെ നീ മുന്നോട്ട് പോക്കോ, വീട്ടിൽ നിന്ന് എങ്ങാനും ഇറക്കി വിടുവാണെങ്കിൽ ഡിവൈനിലോട്ട് പോരേന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ പാവപ്പെട്ട പേരൻസ് അവരൊത്തിരി നല്ല പേരൻസാണ് കേട്ടോ. ഒരുപാട് നല്ല രീതിയിലാണ് വളർത്തിയത്. ശരിക്കും അവരിലൂടെയാണ് ഇങ്ങനെ ഒരു കരുണ, മറ്റുള്ളവരോടുള്ള അനുകമ്പ, അങ്ങനത്തെ ഒരുപാട് മോറൽ വാല്യൂസും ഒത്തിരി നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ പറഞ്ഞെങ്കിലും എൻ്റെ പേരൻസിന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ മാത്രമുള്ള അതവർക്കില്ലായിരുന്നു. ആ ഒരു ഔദാര്യം കാണിച്ചു. അതെ.